ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു കുഞ്ഞൊരു വീഡിയോ ഇടാൻ പോവാണ്. ഭയങ്കര ജലദോഷവും മണിയുമാണ്. അതുകൊണ്ട് ചുമ്മാ വീട്ടിൽ ഇരിക്കുമായിരുന്നു. പിന്നെ സ്കൂളില്ല, ഇന്ന് സാറ്റർഡേ ആണ്. അപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ ഇരിക്കുവായിരുന്നു. ഭയങ്കര ജലദോഷമാണ്. ഞാൻ ചുമ്മാ കുഞ്ഞു വീഡിയോസൊക്കെ എടുക്കാമെന്ന് വെച്ച് അമ്മ ഫോൺ തന്നു കുറച്ച് നേരത്തേക്ക് ചുമ്മാ യൂട്യൂബൊന്നും കാണണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ചുമ്മാ കുറച്ച് നേരം ഇതുപോലത്തെ റീൽസല്ല കുറച്ച് റീൽസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വെച്ചായിരുന്നു. അപ്പം ഞാൻ ഇന്ന് വന്നിട്ട് എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ഒരു കുഞ്ഞ് വീഡിയോ എടുത്തിരിക്കാം, ഫോൺ ചുമ്മാ ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടി. ഓക്കെ, അതാണ് എൻ്റെ ഒരു മെയിൻ കാര്യം. ഓക്കെ, നമുക്കെന്നാൽ പുറത്തോട്ട് പോകാം. സമയം ഇപ്പം എത്ര മണി? സമയം 9:30 ആകുന്നു. 9:30 കഴിഞ്ഞില്ല, 9:30 ആകുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഞാനിപ്പം രാവിലെ സമയമാണ്. അപ്പം ഞാൻ ഇങ്ങനെ പുറത്തോണ്ട് നടക്കുമായിരുന്നു. പിന്നെന്താ നമുക്കെന്നാൽ പുറത്തോട്ട് ചുമ്മാ കറങ്ങിക്കൊണ്ട് കിടക്കാം, ചുമ്മാ കറങ്ങി നടക്കാം. തണുപ്പാണ്, തണുപ്പില്ല. ഇപ്പോൾ ഏതായാലും എന്തായി എൻ്റെ അമ്മച്ചി പണിയിലാണ്. രാവിലെ തന്നെ അമ്മച്ചി ഡ്യൂട്ടി തുടങ്ങും. അതുകൊണ്ട് അമ്മച്ചിയിലൊക്കെ കറങ്ങി നടക്കണം, മൈൻഡില്ല. പിന്നെ റോസപ്പ് കളിക്കാം. ഇതാണ് കണ്ടിന്യൂസ്. ചുമ്മാ ഇതുപോലെ പുറത്തോട്ടൊക്കെ ഇറങ്ങുവാണെങ്കിൽ എന്നെ ഇതിലൂടെ പടം വരച്ചുകൊണ്ടിരിക്കും കാറിൽ. കേട്ടോ, കരോളി കാണാമോ? പെട്ടില്ല, ഭയങ്കര തണുപ്പിനാണ്. ഞങ്ങളുടെ പുളിമരം കാണിച്ചത്. ഞാൻ ചുമ്മാ എവിടെ ചുറ്റിക്കറങ്ങി നിങ്ങളെ ഓരോന്നൊക്കെ കാണിക്കുന്നേ ഉള്ളൂ. പിന്നെ എൻ്റെ ഒരു പെറ്റാണിത്. മീനാണ്, കണ്ടിട്ട് മനസ്സിലാക്കാൻ. ബ്ലാക്ക് ബോൺ എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. പിന്നെ ഞാൻ ഈ സമയത്ത് വന്നിട്ട് ഒരു കുഞ്ഞി ഇരുമ്പുളി തന്നെ, ഇരുമ്പത്തിൻ്റെ മരമാണ്. ഞാൻ ചുമ്മാ ഇങ്ങനെ വന്നിട്ട് ഇനി ഞോണ്ടുമ്പോൾ ഒരു കുഞ്ഞ് ഒരെണ്ണം കിട്ടും. ഞാൻ ഒരെണ്ണം പറിച്ചു. താഴോട്ട് നോക്കിയ തോടാണ്. ഇപ്പം മഴയൊന്നും പെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് തോടെല്ലാം പറ്റി വലഞ്ഞ് കിടക്കുകയാണ്. നേരത്തെയൊക്കെ ഇവിടെ വെള്ളത്തിന് നിൽക്കാൻ പോലും സമയമില്ലായിരുന്നു, അത്ര ഏതായിരുന്നു. ഈ പുളിയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനും കഴിക്കുന്നത്. ഞാൻ കഴിക്കില്ല, എനിക്ക് പുളിയാണ് ഭയങ്കര പുളി എന്ന് പറഞ്ഞാൽ ജീവൻ്റെ നമ്മൾ കിട്ടി ഇങ്ങനെ വായിക്കാച്ച് നെപ്പിക്കൊണ്ടിരിക്കും. ഞാൻ ഒറ്റ കടി അടിക്കത്തില്ല. ഞാൻ ചുമ്മാ വായിക്കാറുണ്ട്. എന്താ പുളിയുടെ വെള്ളം ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ വലിച്ച് ചില സമയം ഞാൻ പുളിയുടെ ആ പച്ചക്കളറുള്ള സാധനം ഉണ്ടല്ലോ, ഞാൻ തുപ്പിക്കളയും ചില സമയത്ത്. അതാണ് ഞങ്ങളുടെ തോട്ടിലോട്ട് ഇറക്കുന്ന സ്റ്റെപ്പാണ്. ഞാൻ ഇറങ്ങി നിങ്ങളെ കാണിക്കാം. പാമ്പോ ചെറിയ വല്ല ഉണ്ടോ? ഇല്ല. തോട്ടാണ്. ഞങ്ങളിവിടെ ചില സമയത്തൊക്കെ അലക്കും, വെള്ളമുള്ള സമയത്ത് അലക്കും. അപ്പോൾ അവിടെ ആ സമയത്ത് അവിടെ അലക്കലിൻ്റെ സൈഡിൽ അലക്കും. പിന്നെ നിങ്ങളുടെ റോഡ് സൈഡാണ്. ഇതൊരു ഫോറസ്റ്റാണ്.
അങ്ങോട്ടുള്ളൊരു ഫോറസ്റ്റ് സ്ഥലമാണ്. നീരെല്ലാം തീർന്നു. ഞാൻ തൊട്ട് കളഞ്ഞില്ല, ഞാൻ ചവച്ചരച്ച് ചുമ്മാ ഇങ്ങനെയാണ് നടക്കും കേട്ടോ. സമയത്ത് ഞാൻ ഇങ്ങനെ നടക്കുന്നത് എന്നും അല്ല ചില സമയത്ത്. അപ്പം നല്ല തണുപ്പൊക്കെ ഉള്ളൂ, നല്ല സുഖം നടക്കാനും നടക്കാനൊക്കെ. അപ്പം ഞങ്ങളുടെ അടുക്കള വശം ഇതാണ്. ഞാൻ നിങ്ങളുടെ പറമ്പിലോട്ട് പോയി കളിക്കാം. പിന്നെ ഞങ്ങളുടെ കോഴി ഇവിടെ മുട്ടയിടുന്നതാണ്. പിന്നെ ഞാൻ എൻ്റെ അമ്മച്ചിയുടെ ഡ്യൂട്ടി കാണിക്കാം. അവിടെ ചപ്പ് ചവറും കൂട്ടിയിടുവാണ്. യൂട്യൂബ് എടുക്കും. അപ്പം നമുക്കിനി അപ്പുറത്ത് വിളിക്കാം. ഞങ്ങളുടെ കോഴീനെ കാണിച്ചിട്ടില്ല. കോഴി 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 കോഴിക്കുഞ്ഞ് കോഴി അത് ഉറക്കുന്നുണ്ട് കേട്ടോ, കാണില്ല. നെറ്റി വലയ്ക്കാത്താണ് കോഴി. കോഴീനെ അമ്മ കോഴിയെ ഇറക്കുന്നില്ലേ? വെളിയിൽ ഇപ്പം സമയത്ത് ഇറങ്ങാണ്. ഇതിനെപ്പറ്റിയൊക്കെ അറിയാം. എനിക്ക് തീ കത്തുന്നതാണ്. എൻ്റെ കൈ എന്നാ അറിയോ, ലൈറ്റിൽ അടുത്തുണ്ടെങ്കിൽ ഞാൻ കത്തിക്കാൻ ഭയങ്കര എക്സ്പേർട്ടാണ്. പച്ചപ്പേപ്പർ കഴിക്കട്ടെ. പച്ചപ്പേപ്പർ ഞാൻ ഇങ്ങനെ ചുരുക്കും, എന്നിട്ട് ലൈറ്റ് കത്തിക്കും. എന്നിട്ട് അപ്പം എല്ലാം കൂടെ കത്തിക്കാനാണ് കേട്ടോ. ലൈറ്റർ എടുത്ത് കത്തിക്കാം. പൊക്ക 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 ചവ ചവ ചവ. അമ്മച്ചി അമ്മച്ചി എൻ്റെ കൈ തീയേറി. എൻ്റെ കൈ പലപ്പോഴും ചെയ്യുന്നതാണ്. നമുക്കിനി ഇതിങ്ങനെ എടുക്കും. ഇതില്ലേ, ഇതെന്തുകൊണ്ടിത്? ഇങ്ങനെ എടുക്കും. അച്ഛക്ക് അതോടെ അങ്ങനെ ഇടും. ഇത്രയുടെ പരിപാടി. സ്മോക്ക് വരുന്നു. സ്മോക്ക് ഞാനിപ്പോൾ നിൽക്കുന്ന അത്ര നല്ലതല്ല. എനിക്ക് മുട്ട കിട്ടിയാമേ, മുട്ട കിട്ടിയോ കോഴിയിട്ടേ? അങ്ങനെ ഇതുപോലത്തെ കാപ്പി കുരുമുളക് പറിച്ച് കളയല്ലേ, അത് മൂക്കാനുള്ളത് കേട്ടോ. ഇങ്ങനത്തേത് നമുക്ക് എരിവില്ല, പറിച്ചിട്ടൊരു കാര്യമില്ല. ഞങ്ങളുടെ കൃഷി സ്ഥലമാണ്. കൃഷി അത്രയൊന്നുമില്ല, ചിലതൊക്കെ നട്ട് വരുന്നതേ ഉള്ളൂ. ഞങ്ങളെ കാണിച്ചു തരാം ചിലതൊക്കെ. ഇതാണ്, ഇതല്ല കേട്ടോ കാണിക്കാൻ പോകുന്നത്. പിന്നെ ഇവിടെ കൂടുതലും മുളകാണ് ഞങ്ങളുടെ ഇവിടെ. പിന്നെ കിണറുണ്ട്. എനിക്ക് കിണറിനോട്ട് നോക്കാൻ ഭയങ്കര പേടിയാണ്. കാതെന്ന് പറയുന്നത് സിനിമയുണ്ട്, തമിഴിലെ പ്രേത സിനിമ. അപ്പോൾ ആ സിനിമയ്ക്കകത്ത് ചേച്ചി വെള്ളത്തിനകത്ത് കയറി ആത്മഹത്യ ചെയ്ത് എനിക്കത് ഭയങ്കര പേടി. അന്ന് കേട്ട് കിണറിനകത്ത് നോക്കാൻ ഭയങ്കര പേടിയാണ്. ഞാൻ ഈ സമയത്തൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങി ഓരോന്നൊക്കെ കാണിച്ചുകൊണ്ടിരുന്നു. വേറൊരു പണിയില്ലേ എനിക്ക്. ഇരുന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ പടം വരയ്ക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ ഓരോന്നൊക്കെ അടുത്തോണ്ട് കുത്തി കുത്തി ഇരിക്കും. പിന്നെന്താ, പിന്നെ ഞങ്ങളുടെ പിന്നെ നമ്മുടെ പറമ്പിലോട്ട് പോകാം. പറമ്പിലെല്ലാം പറമ്പും പേടിയാണ്. പിന്നെ റോഡിൽ കൂടെ നടക്കാം, കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. പിന്നെ അതാണ് അങ്ങോട്ട് കയറി പോകുന്നതാണ്.
എൻ്റെ ഫ്രണ്ട് വണ്ടി വരുന്നുണ്ട്, എനിക്ക് വണ്ടി വരുന്നു. ഞാൻ എല്ലാവരെയും വന്നിട്ട് കളി പക്ഷേ ഫ്രണ്ട്സല്ല എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സല്ല എൻ്റെ ചേച്ചിമാർ. ഞാൻ കുഞ്ഞായിരുന്നപ്പം ആ ചേച്ചിമാർ എൻ്റെ കൂടെ നടക്കുമായിരുന്നു കേട്ടോ, ചേച്ചിമാർ. പിന്നെ വേറെ നമുക്കൊന്നും പറയാനില്ല. അപ്പം കുഞ്ഞൊരു മിനി ബ്ലോഗ് ഇട്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഞാനപ്പം ഇവിടെ കട്ട് ചെയ്യുവാണ്. അപ്പം ബൈ ബൈ, ടാറ്റാ.